സംസ്ഥാനത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിനിടെ തിരുവനന്തപുരത്തുണ്ടായ ഒരു മുട്ടായി വിതരണം ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കട്ടേല സ്കൂളിലെ പ്രവേശനോത്സവത്തിനിടെ കുട്ടികൾക്ക് മിഠായി നൽകിയതുമായി ബന്ധപ്പെട്ടുയർന്ന ജാതി വിവേചന ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകി സ്ഥലം എംഎൽഎ വി മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നു. കുട്ടികൾക്ക് മിഠായി മേശപ്പുറത്ത് തട്ടിക്കൊടുത്തു എന്ന ദേശാഭിമാനിയുടെ വാർത്തയ്ക്കെതിരെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് എംഎൽഎ തന്റെ വിശദീകരണം നൽകിയത്. CPM മനഃപൂർവ്വം ജാതി വിദ്വേഷം വളർത്താൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മിഠായി ഒന്നിച്ചു നൽകിയതിന് പിന്നിലെ കാരണമായി അദ്ദേഹം പറയുന്നത് MLA കുട്ടികൾക്കായി മിഠായി കരുതിയത് ആരുടെയും നിർബന്ധപ്രകാരമല്ലെന്ന് MLA വ്യക്തമാക്കുന്നു. കട്ടേല മോഡൽ സ്കൂളിലെ കുരുന്നുകളെ സ്വീകരിക്കുന്നതിനായി താൻ സ്വന്തം കയ്യിൽ നിന്നാണ് മിഠായി വാങ്ങി പ്രവേശനോത്സവ പരിപാടിക്ക് പോയതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ഇത് മറ്റാരെങ്കിലും വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചതല്ലെന്നും കുട്ടികളോടുള്ള സ്നേഹസൂചകമായി താൻ തന്നെ കൊണ്ടുപോയതാണെന്നും മുരളീധരൻ കുറിച്ചു. വ്യക്തിപരമായി നൽകാതിരുന്നതിന് പിന്നിൽ പ്രായോഗികമായ ചില കാരണങ്ങൾ മാത്രമാണുള്ളതെന്ന് MLA വിശദീകരിക്കുന്നു. താൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ഉദ്ഘാടകയായ മന്ത്രി KA തുളസി അവിടെ എത്തിയിരുന്നു. ഔദ്യോഗിക ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കേണ്ട അവസ്ഥയിലായിരുന്നു സ്കൂൾ അധികൃതർ. വാങ്ങിക്കൊണ്ടു ചെന്ന മിഠായി ഓരോ കുട്ടികൾക്കും വ്യക്തിപരമായി കൈകളിൽ കൊടുക്കാൻ നിന്നാൽ മന്ത്രിയടക്കം വേദിയിലുള്ള മറ്റുള്ളവർക്ക് പിന്നെയും ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് വേഗത്തിൽ വിതരണം പൂർത്തിയാക്കി ചടങ്ങുകളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് മിഠായി മേശതോറും ഒന്നിച്ചു നൽകിയതെന്ന് മുരളീധരൻ വ്യക്തമാക്കുന്നു. കുട്ടികൾക്ക് മിഠായി ലഭ്യമാക്കുക എന്നത് മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയ മിഠായി അവർക്ക് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നതായിരുന്നു തന്റെ ചിന്ത. എന്നാൽ ഈയൊരു സാധാരണ പ്രവൃത്തി കൊണ്ട് പ്രതിപക്ഷ ചേരികൾ രാഷ്ട്രീയമായി തനിക്കെതിരെ ഉപയോഗിക്കാൻ ഇത് ശ്രമിച്ചതെന്നും വസ്തുതകൾ അന്വേഷിക്കാതെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിച്ചെന്നും MLA തന്റെ കുറിപ്പിലൂടെ കുറ്റപ്പെടുത്തി. താൻ വേഗത്തിൽ മിഠായി വിതരണം ചെയ്യാൻ സ്വീകരിച്ച പ്രായോഗിക സമയത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചതിനെതിരെ അതീവ രൂക്ഷമായ ഭാഷയിലാണ് വി മുരളീധരൻ MLA പ്രതികരിച്ചത്. ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. സ്കൂളിലെ മിഠായി വിതരണത്തെ വളരെ മോശമായ രീതിയിലാണ് ഇടത് കേന്ദ്രങ്ങളും ചില മാധ്യമങ്ങളും ചിത്രീകരിച്ചത്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അധികമായി പഠിക്കുന്ന കട്ടേല സ്കൂളിലെ പരിപാടിയിൽ കുട്ടികളുടെ കയ്യിലേക്ക് നേരിട്ട് മിഠായി നൽകാതെ മേശപ്പുറത്ത് തട്ടിയിട്ട ശേഷം അതെടുത്ത് കഴിക്കാൻ MLA ആവശ്യപ്പെട്ടു എന്നായിരുന്നു ഉയർന്ന ആരോപണം. ഉദ്ഘാടകയായ മന്ത്രി KA തുളസി നോക്കി നിൽക്കുകയായിരുന്നു ഈ വിവേചനമെന്നും CPM ആരോപിച്ചു. തന്റെ ഭാഗത്തു നിന്നുണ്ടായ സാധാരണ പ്രവൃത്തിയെ ജാതി വിവേചനമാക്കി മാറ്റാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നാണ് MLA വ്യക്തമാക്കുന്നത്. ഒരു രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോലും എത്തിക്കാൻ വകയില്ലാത്ത ഈ ചെറിയ കാര്യത്തിനാണ് CPM ജാതി വിദ്വേഷത്തിന്റെ നിറം കൊടുക്കാൻ ശ്രമിച്ചതെന്ന് മുരളീധരൻ തുറന്നടിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര വലിയ കൊടും വിഷമാണ് ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ പോലും കുത്തി നിറയ്ക്കാൻ നോക്കുന്നതെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദ്യം ചെയ്തു. വസ്തുതകൾ കൃത്യമായി അന്വേഷിക്കാതെ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെയും MLA കടുത്ത അമർഷം രേഖപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി ചീറ്റിയ ഈ ജാതി വിഷം യാതൊരുവിധ വസ്തുതയും അന്വേഷിക്കാതെ BJP വിരോധം തലയ്ക്ക് പിടിച്ച് മറ്റു ചില മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയായിരുന്നുവെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ ജനം ചൂലെടുത്ത് അടിച്ചിറക്കിയിട്ടും CPMന്റെയോ അവരുടെ അടിമകളായ അണികളുടെയോ കണ്ണു തുറന്നില്ല എന്നതിന്റെ തെളിവാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കട്ടേല സ്കൂളിലെ മിഠായി വിതരണം ജാതി വിവേചനമാണെന്ന ആരോപണം ശക്തമായതോടെ ഭരണപ്രതിപക്ഷ ചേരികൾ തമ്മിലുള്ള രാഷ്ട്രീയ പോര് പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ്. വിഷയത്തിൽ MLAക്കെതിരെ കടുത്ത ഭാഷയിലാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത്. കുട്ടികളോട് വിവേചനം കാണിച്ച് MLA തിരുത്താൻ തയ്യാറാകണമെന്ന് മുൻ മന്ത്രി ആവശ്യപ്പെട്ടു. പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികളോട് ഇത്തരമൊരു വിവേചനം കാണിച്ച വി മുരളീധരൻ കുട്ടികളോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് വി ശിവൻകുട്ടി കർശനമായി ആവശ്യപ്പെട്ടു. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്ന ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഓർപ്പിച്ചാണ് MLA തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജനം ചൂലെടുത്ത് അടിച്ചിറക്കിയിട്ടും CPMന്റെയും അവരുടെ അടിമകളായ അണികളുടെയും കണ്ണു തുറന്നില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് മുരളീധരൻ ആഞ്ഞടിച്ചു. ഒരു പ്രായോഗിക കാര്യത്തെ ജാതീയതയായി മാറ്റുന്നവരുടെ ലക്ഷ്യം രാഷ്ട്രീയം മാത്രമാണെന്നും താൻ മാപ്പ് പറയുന്നില്ലെന്ന ശക്തമായ സൂചനയുമാണ് MLA നൽകുന്നത്. ഒരു വിദ്യാലയത്തിലെ പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് നൽകിയ മിഠായി ഭരണപ്രതിപക്ഷ ചേരികൾ തമ്മിലുള്ള വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ജാതി വിവേചന ആരോപണവും അതിന്മേലുള്ള രാഷ്ട്രീയ തർക്കങ്ങളും കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്.